നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്കറിയാം ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നുള്ളത്. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇന്ന് നീ ഇവിടെ കിടന്നുറങ്ങും. അറപ്പോടെയും വെറുപ്പോടെയും ഈ രാത്രി നിന്നെ ഞാനങ്ങ് സഹിക്കും. എന്റെ കുടുംബത്തിന് വേണ്ടി. ഒരു നാടൻ പെൺകുട്ടിയോട് അവന് ഇഷ്ടം തോന്നി. നമ്മുടെ സംസ്കാരം അവൻ മറന്നില്ലല്ലോ എന്നാ ഞാൻ ആശ്വസിച്ചത്. പക്ഷെ ഇപ്പൊ ആ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് പോയോ? അവൾക്ക് യോഗ്യതയില്ലെന്ന് അവന് തോന്നി തുടങ്ങിക്കാണും. ഇന്ന് വിവാഹം കഴിഞ്ഞ സമയം മുതല് അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ നിന്നേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എല്ലാവരിൽ നിന്നും ഒരു ഒഴിഞ്ഞുമാറൽ. എന്താ എന്റെ മോന് സംഭവിച്ചത്? അമ്മ എന്താ ഒന്നും പറയാത്തെ? അവന്റെ മനസ്സ് മറ്റാരെക്കാളും അറിയുന്നത് അമ്മയ്ക്കല്ലേ? അവൻ കണ്ടെത്തിയ പെൺകുട്ടിയെക്കുറിച്ച് അവൻ പറഞ്ഞിട്ടുള്ളത് അമ്മയോടല്ലേ? നിങ്ങൾ ഈ പറയുന്നത് പോലെ അവന്റെ മനസ്സു മാറി അവൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് ആഗ്രഹിക്കുന്നുവെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്തോ ഒന്ന് എന്റെ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു വിഭ്രാന്തി പോലെ. ശത്രുക്കള് കുടുംബത്തിനകത്ത് തന്നെ ധാരാളം ഉണ്ട്. എന്തെങ്കിലും രീതിയിൽ ഈ വിവാഹം ഒന്ന് മുടങ്ങുക. കൽപ്പനയുടെ അനിയത്തിയെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാന്നൊക്കെ ചിലർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയും അവരെന്തെങ്കിലും കടുങ്കയോ മറ്റോ. താനെന്താ ഉദ്ദേശിക്കുന്നത്? കടുങ്കൈ എന്നുദ്ദേശിച്ചത് എന്തെങ്കിലും മന്ത്രവാദത്തെ കുറിച്ചാണോ? അല്ലാണ്ട് പിന്നെ വേറെന്താ കരുതേണ്ടത്? ആ വഴിക്കൊന്നും ചിന്തിക്കണ്ട അമ്മേ. നാളെ അമ്മ അവനോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ, അവന്റെ ജീവിതമല്ലേ. കല്യാണം കഴിഞ്ഞ നിമിഷം മുതല് അവനൊരു അസ്വസ്ഥതയുണ്ടെന്ന് പത്മിനി പറഞ്ഞില്ലേ? അത് അവന്റെ കണ്ണിലെ കെമിക്കൽ സ്പ്രേ വീണത് മുതലാ. ഇപ്പോഴും അവന്റെ കണ്ണ് നേരെ ചൊവ്വ ആയിട്ടില്ല. തൽക്കാലം അതിന്റെ പ്രശ്നമായിരിക്കുമെന്ന് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും ഇന്നൊരു മുറിയിൽ അവർ ഒന്നിച്ചുറങ്ങട്ടെ. പരസ്പരം സംസാരിക്കാനുള്ളത് സംസാരിക്കട്ടെ, തിരുത്താനുള്ളത് തിരുത്തട്ടെ. അല്ലേ പരമേശ്വര? വേറെന്താ ഒരു മാർഗം? നിങ്ങൾ സമാധാനിക്ക്. നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അവന്റെ വീഴ്ച കാത്തു നിൽക്കുന്നവരോടുള്ള മറുപടി അവൻ തന്നെ പറഞ്ഞോളൂ. ഭഗവാനെ കൃഷ്ണ, ഇന്നോളം ഒരു പോറലും ഇല്ലാതെ കാത്ത ഈ കുടുംബത്തിനെ ഇനി അങ്ങ് തന്നെ കാത്തോണേ ഭഗവാനെ. ഇനി തർക്കിക്കാൻ നിന്നാലേ അച്ഛന്റെ രീതികൾ മാറും. അതുകൊണ്ട് കൂടുതൽ ബഹളം ഉണ്ടാക്കണം. നീയെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. എനിക്കൊന്നും മനസ്സിലാകില്ല. ഇപ്പൊ അച്ഛൻ പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്. കേറിപ്പിക്കോ? ഇങ്ങോട്ട് കേറിപ്പോ. പോവാൻ എന്തിനെങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? പുറത്ത് നടന്നൊക്കെ നീ കേട്ടല്ലോ. അച്ഛനും അമ്മയും മുത്തശ്ശിയും ഈ ലോകം മുഴുവനും വിശ്വസിച്ചാലും നിന്നെ ഞാൻ വിശ്വസിക്കില്ല. പറ, നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ രണ്ടുപേരും ആ നിലയ്ക്ക് സംസാരിച്ചിട്ടുണ്ടോ? പറയാൻ
ഉണ്ടെങ്കിൽ ആദ്യ നിമിഷം കണ്ടത് മുതൽ ഇപ്പൊ വരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കൈമാറി, പറ. അതൊക്കെ വരുണിനറിയാലോ. നിനക്കറിയില്ലല്ലേ? ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട എന്റെ പെണ്ണിനെ എങ്ങനെയാണ് നിങ്ങൾ എല്ലാരും കൂടി എന്റെ കൺമുന്നിൽ നിന്ന് മറച്ചത്? കല്യാണ മണ്ഡപത്തിൽ വെച്ച് എന്റെ കണ്ണിൽ കെമിക്കൽ സ്പ്രേ വീണു. അത് ചെയ്തത് നിന്റെ കൂട്ടുകാരിയാ. അവളെ കൊണ്ട് ആരാ അത് ചെയ്യിപ്പിച്ചത്? പറയാനല്ലേ പറഞ്ഞേ? വരുൺ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ദേവനാരായണ തിരുമേനിയുടെ മകൾ പ്രിയങ്കയാ. ഞാൻ നിന്നെയാണോ താലി കെട്ടിയത്? നിന്റെ കൈ പിടിച്ചാണോ കതിർ മണ്ഡപത്തിൽ നടന്നത്? പറയടി. അതെ. കള്ളം. സത്യം പറഞ്ഞ എനിക്ക് ജീവനോടെ ഈ മുറിയിൽ നിന്ന് പുറത്തു പോവാം. അല്ലെങ്കിൽ ആദ്യ രാത്രി ആഘോഷിക്കാൻ വന്ന എന്റെ അവസാനത്തെ രാത്രിയാവുമെന്ന് പറ. എടി പറയാൻ. കൊന്നു. താലി കെട്ടിയ നിമിഷം മുതല് എന്റെ പ്രാണൻ വരുണൻ അവകാശപ്പെട്ടതാ. അതെടുക്കാൻ ഞാൻ തീരുമാനമെങ്കിൽ ഞാൻ ചിരിച്ചുകൊണ്ട് മരിക്കും. നിനക്കറിയാം ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നുള്ളത്. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇന്ന് നീ ഇവിടെ കിടന്നുറങ്ങും. അറപ്പോടെയും വെറുപ്പോടെയും ഈ രാത്രി നിന്നെ ഞാനങ്ങ് സഹിക്കും. എന്റെ കുടുംബത്തിന് വേണ്ടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.